ജൂൺ 10-ന് ശേഷം സൗദി ഫാമിലി വിസ പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. പല സോഴ്സുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ജൂൺ 10-ന് ശേഷം റീഓപ്പൺ ആവാനാണ് സാധ്യത. അന്നേ ദിവസം തന്നെയാണ് ഉംറ വിസ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഡേറ്റിൽ തന്നെ ഫാമിലി വിസ റീഓപ്പൺ ആകും എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ മുതൽ നമ്മുടെ താഷിയറിൻ്റെ വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ ഫാമിലി വിസയുടെ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 16-ന് ശേഷമുള്ള സ്ലോട്ടുകളൊക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയായാലും കാലിക്കറ്റായാലും ഒക്കെ തന്നെ ജൂൺ 16-ന് ശേഷം നമുക്ക് അതിൽ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ. സൈറ്റും കൂടി റെഡി ആവാനുള്ളൂ. മോഫേഷയുടെ സൈറ്റ് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് കിടക്കുന്നത്. നമ്മളവിടെ നമ്മുടെ മുംബൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് കാണുന്നില്ല. അതായത് മൾട്ടിപ്പിൾ ആൻഡ് സിംഗിളുള്ള ഓപ്ഷൻ അവിടെ കാണുന്നില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ഫാമിലി വിസയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് കോളങ്ങളും ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് 1 ഇയർ ആണോ കിട്ടുക, 1 മന്ത് ആണോ കിട്ടുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ജൂൺ 10-ന് ശേഷം ഈ ഒരു മോഫയുടെ സൈറ്റ് പഴയതുപോലെ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം എല്ലാവർക്കും അറിയാം. മൾട്ടിപ്പിൾ കൊടുത്തിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ 1 ഇയർ അടിച്ച് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ 53 ഡേയ്സ് മുതൽ 3 ദിവസം വരെയൊക്കെയാണ് അടിച്ച് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിഷയം ഇപ്രാവശ്യം ഉണ്ടാകും എന്നുള്ളതാണ് പല ആൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. മുന്നോടിയായിട്ട് ഇതേപോലുള്ള നിയന്ത്രണങ്ങൾ ഇപ്രാവശ്യം വരാനാണ് സാധ്യത. ഏപ്രിൽ 13-ന് ഡേറ്റ് ഇട്ട് വരാനാണ് സാധ്യത. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ കാര്യമാണ്. ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി 90 ഡേയ്സ് ആണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മോഫ അല്ലെങ്കിൽ ജവാസാത്തിൽ നിന്നും നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു കറക്റ്റ് ഐഡിയ ഇല്ല കേട്ടോ. അവിടെ നിന്ന് യാതൊരു ഇൻഫർമേഷൻ ഇല്ല. ഇതിൻ്റെ വാലിഡിറ്റി എത്ര എന്നുള്ള കാര്യം മോഫയുടെ സൈറ്റിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പഴയ ഇൻവിറ്റേഷൻ ലെറ്ററുള്ള ആളുകൾ, അതായത് ചേംബർ ചെയ്ത പഴയ ഇൻവിറ്റേഷൻ ലെറ്ററുള്ള ആളുകൾ സ്റ്റാമ്പിങ്ങിന് പോകുന്ന സമയത്ത് VFSൽ ചോദിക്കുക. ഇത് 3 മാസം കഴിഞ്ഞ ഇൻവിറ്റേഷൻ ലെറ്ററാണ്, ഇത് സ്റ്റാമ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് അവർ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റാമ്പിന് കൊടുക്കുക. അല്ലെങ്കിൽ പുതിയൊന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പുതിയ ഒരെണ്ണം നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ മോഫയുടെ സൈറ്റ് റെഡി ആണെങ്കിൽ പുതിയൊരെണ്ണം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വിസ ഇറങ്ങിയ ശേഷം അത് സ്റ്റാമ്പിങ്ങിന് കൊടുക്കാതിരിക്കുന്നതാണ്. ഇത് വെറും ഇതിന് വലിയ ചിലവൊന്നുമില്ലായിരുന്നു. നമ്മുടെ ചേംബറിൽ നിന്ന് 35 റിയാലിറ്റി ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയൊരെണ്ണം അപ്ലൈ ചെയ്തിട്ട് അത് ഇറങ്ങിയ ശേഷം അത് സ്റ്റാമ്പിങ്ങിന് കൊടുക്കാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പഴയത് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. നിങ്ങൾ VFSൽ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് മാത്രം നിങ്ങൾ സ്റ്റാമ്പിങ്ങിന് വിട്ടാൽ മതി. ഓക്കെ, പിന്നെ റിന്യൂവലിൻ്റെ കാര്യം ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇപ്പോഴും റിന്യൂവൽ ഓൺലൈൻ ഇതുവരെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഓൺലൈൻ റിന്യൂവൽ ചെയ്യുന്ന ആളുകൾക്ക് ഓൺലൈൻ അല്ലാതെ നമുക്ക് ബോർഡർ എക്സ്റ്റൻഷൻ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ ഇതും ജൂൺ 10-ന് ശേഷം റീഓപ്പൺ ആവുമെന്നാണ് വിചാരിക്കുന്നത്.